ഈ ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് നാളായി. ഈ CPM പ്രചാരണ വേളകളിലൊന്നും ഈ ചേച്ചിയെ കൊണ്ടുവന്നിട്ടില്ല. മുൻ മേയറമ്മ ആര്യമോളെ അല്ല, ആര്യമോളെ ഇടയ്ക്ക് CPM ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ശിവൻകുട്ടി മാമൻ തെറിയൊക്കെ വിളിച്ച് അല്ല സോറി സത്യം വിളിച്ച് പറഞ്ഞ് മേയർ അത് പറയരുത്, അങ്ങനെ പറയരുത് സത്യം എന്നൊക്കെ പറഞ്ഞ് മേയർ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ഇതല്ല, കുറച്ചുകൂടി പഴയതാണ്. അതായത് വാഴക്കുലയെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഈ ചേച്ചിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. പിന്നെ പൊതിച്ചോറെന്ന് കേൾക്കുമ്പോൾ, കാരണം ഒരു ആശുപത്രിയിൽ കൃത്യമായ അവിടുത്തെ സംവിധാനങ്ങളൊന്നും ആരോഗ്യ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. അത്ര വിവരമേ ഉള്ളൂ. ഇപ്പോൾ ചേച്ചിയുടെ ഒരു പഴയ വീഡിയോ കുത്തിപ്പൊക്കി വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി, ഷിറ്റ് ഗോപി എന്നാണ് സുരേഷ് ഗോപിയെ വിളിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ തെറി വിളിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ ലാലേട്ടനെ തെറി വിളിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സുരേഷ് ഗോപി പത്രക്കാരോട് 3 വെളിപ്പെടുത്തലാണ് നടത്തിയത്. 1, ഞാനൊരു ഹിന്ദുവാണ്. 2, ഞാൻ വെറും ഹിന്ദു അല്ല, ഞാനൊരു നായര. 3ാമതായി സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ വെറും നായരല്ല, ചെവി കൂടെയുള്ള നായരാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടല്ലോ. അതായത് ഷിറ്റ് ഗോപി പറഞ്ഞു അത്രേ 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചേച്ചി അങ്ങ് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഹിന്ദു ആണെന്ന് പറയാൻ പാടില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെ ഒരു തെറി മറ്റൊരു കാര്യത്തിലുമില്ല. ഹിന്ദു വലിയ തെറിയാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ചൊറിച്ചിൽ വരും. ഹിന്ദു എന്ന് പറയാനേ പാടില്ല. ക്രിസ്ത്യാനി പറയാം, മുസ്ലിം എന്ന് പറയാം, ദളിതൻ എന്ന് പറയാം, മറ്റെന്തും പറയാം. പക്ഷെ ഹിന്ദു എന്ന് പറയരുത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ എതിർക്കും. പിന്നെ അതിലും ഹിന്ദുവിൽ നായരാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. ഒരു നായരുടെ ഒരു അപ്പോസ്റ്റലിന് ഇരിക്കുന്നുണ്ട്, സുകുമാരൻ നായർ എന്നാണ് പേര്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നായന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പിണ്ണാക്കും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് സുകുമാരൻ നായർ എന്ന് പറയുന്നത്. ആ വാതിൽ മാത്രമേ നായരുള്ളൂ. നായന്മാർക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രമേ ഈ സംഘടന ഉണ്ടാക്കി, അതിൻ്റെ ഉണ്ടാക്കിയത് അയാളല്ല, ഇതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ആൾക്കാരെ അല്ലെങ്കിൽ ലാഭം കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ല സംഘടനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അതുകൊണ്ടൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ 3ാമത്തെ കാര്യം, ചെവിയിൽ പൂടെയുള്ള നായരാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്ന്. ചെവിയിൽ പൂടെയുള്ള, അതെന്താ ചെവിയിൽ പൂടെയുള്ള നായർ? ചില നായന്മാർക്ക് അങ്ങനെയാണ്. ചില എന്താ പറയുക, അത് പറഞ്ഞാൽ അത് കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നായരാണെന്ന് ജാതി മതമൊന്നും ഇല്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ അത് ഒരാൾക്ക് എനിക്ക് ജാതിയുണ്ട്, മതമുണ്ട്, ഞാൻ എൻ്റെ മതത്തിലാണ് വിശ്വസിക്കുന്നത്, എൻ്റെ ജാതിയിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഇല്ലേ? ഇവിടെ ആർക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ പലർക്കും പല ആനുകൂല്യങ്ങളും കൊടുക്കരുത്, ജാതി മതം ഇല്ല എങ്കിൽ. ചേച്ചിക്ക് ഇതൊക്കെ പറയുമ്പോൾ ചേച്ചി വിചാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് ആളുകൾ വിചാരിക്കുമെന്ന്. വെറുതെയാണ്. ചേച്ചിയെക്കുറിച്ചുള്ള മതിപ്പ് തന്നെ പോകും. നിനക്ക് തലയ്ക്ക് വട്ടാനോടി എന്ന് വരെ ആളുകൾ ചോദിക്കും. എന്നാൽ നായന്മാരുണ്ട്, നമ്പൂതിരിമാരുണ്ട്, ബ്രാഹ്മണരുണ്ട്, പിന്നെ എന്താ പല ഇപ്പം ജാതി മതമൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് പല കാറ്റഗറിയിലുണ്ട്. അത് ഈ ചില സവർണ ആളുകളെ കാണുമ്പോൾ ചിലവർക്ക് ഭയങ്കര ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഉണ്ടാവുമെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായിട്ട് കണ്ടാൽ മതി. എന്തായാലും അത് ചേച്ചിക്ക് അങ്ങോട്ട് രസിച്ചില്ല. ഇനി അടുത്ത് മോഹൻലാലിനെയാണ് പിടിച്ചത്. മോഹൻലാലിന് ചില കാര്യങ്ങളിൽ മാത്രമേ ബ്ലോഗ് എഴുതാൻ പേന തെളിയൂ, ചില കാര്യങ്ങളിൽ തെളിയില്ല. കാരണം മോഹൻലാലിന് ലെഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ കിട്ടി, മോഹൻലാൽ മോദിയെ കണ്ടു, അങ്ങനെയൊക്കെയാണ് ചേച്ചി പറയുന്നത്. അല്ല, മോഹൻലാൽ RSSകാരനോ മോദിയൊക്കെ BJPക്കാരനോ അല്ലെങ്കിൽ മോഹൻലാലിന് നിങ്ങളെ പറയുമ്പോൾ ബ്ലോഗ് എഴുതാൻ പറ്റുന്നില്ല, നിങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തം ലാലേട്ടൻ അല്ലെങ്കിൽ സിനിമയുടെ സ്വന്തം ലാലേട്ടന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നാണം കെട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ്റെ PR വർക്കിന് ലക്ഷങ്ങൾ കൊടുത്ത് മോഹൻലാലിനെ വിളിച്ചത്? മോഹൻലാൽ RSSകാരനാണ്, BJPക്കാരനാണ്, നിങ്ങൾക്ക് വേണ്ടി ബ്ലോഗ് എഴുതുന്നില്ല എന്നൊക്കെ ഇത്ര കുട്ടയ്ക്ക് അറിയാമെങ്കിൽ എന്തിനാണ് നാണം കെട്ട് നിങ്ങളൊക്കെ പിന്നെ ലാലേട്ടൻ്റെ കാല് പിടിക്കാൻ പോയത്? പിണറായി വിജയനെ പൊക്കി അങ്ങ് ആകാശത്ത് വെക്കാൻ വേണ്ടി PR വർക്ക് നടത്താൻ ലാലേട്ടനെ വിളിക്കാൻ പോയത്? ലേശ ഉളുപ്പും നാണമൊക്കെ വേണം ചേച്ചി. പറഞ്ഞത് പഴയതാണെങ്കിലും ഈ കാലഘട്ടമൊക്കെ മാറിപ്പോയി. ജിമിക്കിയും കമ്മലിൻ്റെ കാലഘട്ടം, സെൽഫിയുടെയൊക്കെ കാലഘട്ടമാണ്. ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ചെയ്ത കള്ളത്തരങ്ങളും പറഞ്ഞ വിഡ്ഢിത്തരങ്ങളും ഒക്കെ ഇപ്പോൾ പുറം ലോകം അറിയുന്നതും ജനങ്ങൾ അറിയുന്നതും.
ഇതൊക്കെ കേട്ടതിന് ശേഷം ഓടിയ വഴിക്ക് പുല്ല് വിളക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ചിന്താ ജെറോമിനെ കണ്ടവരുമില്ല. ഈ പിണറായി വിജയന്റെ വീട്ടിൽ ED വന്നപ്പോഴും ചിന്ത ചേച്ചി അവിടെയൊന്നും കണ്ടില്ല. ഇനി പാർട്ടി മാറാൻ വല്ല ഉദ്ദേശവും? ഇത്തവണ സീറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കൊല്ലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷെ അതും കൊടുത്താതെ പാർട്ടി പറഞ്ഞു പറ്റിച്ച് എവിടെയോ കൊണ്ട് ഇറങ്ങി വെക്കുകയാണ്. ഇപ്പം കാണാനുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ അടുത്ത കാലത്ത് മറ്റൊരു വീഡിയോ കാണാനിടയായി. അതിൽ പറയുന്നത് ഈ നിഷ്പക്ഷ, അതായത് ജനം, ജയ് ഹിന്ദ്, കൈരളി, ഇവരൊക്കെ ഇവരുടെ രാഷ്ട്രീയം പറഞ്ഞാണ് ചാനൽ നടത്തുന്നത്. പക്ഷേ മറ്റ് ചാനലുകളൊക്കെ നിഷ്പക്ഷരായെന്ന് പറഞ്ഞിട്ട് പലയിടത്തും ചേച്ചി പോകുമ്പോൾ ചേച്ചി ഒറ്റപ്പെടുത്തുമെന്ന്. BJPയും കോൺഗ്രസ് പ്രതിനിധികളും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകരാണെന്നൊക്കെ പറഞ്ഞ് അവര് ആളാവാൻ, അല്ലെങ്കിൽ അവര് ആ സമയത്തെ ആ ചർച്ച കയ്യിലെടുക്കും. പക്ഷെ ചേച്ചി ഒറ്റപ്പെടുത്തുമെന്ന്. അതെ, ആ വന്നിരിക്കുന്നവർക്കൊക്കെ തലയ്ക്കകത്ത് മൂളയുണ്ട്, വിവരമുണ്ട്, വിഡ്ഢിത്തം പറയില്ല. അവരൊക്കെ കറക്റ്റ് വിഷയം പഠിച്ച് ഹോംവർക്ക് ചെയ്ത് അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ചേച്ചിയെ വിളിച്ചാൽ മൊത്തം വിഡ്ഢിത്തരെ വിളമ്പൂ. പിന്നെ ആ ചർച്ച ട്രോളുകളിൽ നിറയുകയും ചെയ്യും. അത് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും അവരൊക്കെ മതി അത്രയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, അറിഞ്ഞൂടാ. ഇനി ചിലപ്പോ ചേച്ചി വാ തുറന്നാൽ ആ ചാനലിന്റെ അവസ്ഥയോർത്തും ചിലപ്പോൾ അവരുടെ രോധനം അതുകൊണ്ടും ആയിരിക്കാം അവരത് മിണ്ടാത്തത്. എന്തായാലും ഇതുപോലെയുള്ള കുറെ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത, എന്താ പറയുക, മൂളകളില്ലാത്ത കുറെ ഊളകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ അപജയത്തിനും പരാജയങ്ങൾക്കും കാരണം എന്ന് പറയാൻ കഴിയില്ല. താത്വികമായ ഭൗതികവാദപരമായ അവലോകനമൊന്നുമല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവറ്റകൾക്കൊന്നും തലയ്ക്കകത്ത് ബുദ്ധിയും ബോധവും ഇല്ല. ഇവറ്റകൾ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഒരു 10 വർഷം വേണ്ടി വരും. അപ്പോഴത്തേക്ക് 2 തെരഞ്ഞെടുപ്പും കഴിയും. അതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഞങ്ങൾ തോറ്റു, ഒന്ന് സമ്മതിക്കടേ തോറ്റു എന്ന്. ഇപ്പോഴും തോറ്റതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുകയെന്ന് വേണ്ട, കുറെ സഹാക്കന്മാർ കാണിച്ച ധാർഷ്ട്യവും അഹങ്കാരവും കയ്യിലിരിപ്പും ഒക്കെ കൊണ്ടാണ് ഈ പാർട്ടി തോറ്റു തുന്നം പാടി ഇപ്പൊ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നത്. നേരത്തെ 99, എല്ലാവരും കൂടെ ചേർന്ന് 99 സീറ്റ് ഒപ്പിച്ചു. ഇത്തവണ 35-ൽ ഒതുങ്ങിയത് പാർട്ടിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കേരളത്തിലെങ്കിലും പ്രതിപക്ഷത്തിരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചിരിക്കാതെ ഇങ്ങനെ വെറുതെ എന്തിനാണ് തോറ്റത്? വെള്ളാപ്പള്ളിയെ പൊഴുത്തിയത് കൊണ്ടാണോ? വെള്ളാപ്പള്ളിയെ കാറ് കയറ്റിയത് കൊണ്ടാണോ? വെള്ളാപ്പള്ളിയെ വിളിച്ചത് കൊണ്ടാണോ? അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണോ? അയ്യപ്പൻ ശാപമാണോ? ഇനി പത്മകുമാർ തുറന്നു പറഞ്ഞത് കൊണ്ടാണോ? ശബരിമല വിഷയമാണോ? അല്ലെങ്കിൽ ഞാൻ കറുപ്പ് കണ്ടപ്പോൾ കാലിളകിയത് കൊണ്ടാണോ? ആലപ്പുഴയിൽ പിന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ അവരെ ആക്രമിച്ചത് കൊണ്ടാണോ? അതാണോ ഇതാണോ? അടുത്ത സർക്കാർ കയറി മാസം 2 ആവാനും പോകുന്നു. എന്നിട്ട് ഇതുവരെ തോറ്റത് എന്താണെന്ന് സഹാക്കന്മാർക്ക് മനസ്സിലാവാത്ത 2 പേരേ ഉള്ളൂ. ഒന്ന് പിണറായി വിജയനും ഒന്ന് ഗോവിന്ദൻ മാഷും. 2 ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് പാർട്ടി തോക്കാനുള്ള കാരണമെന്ന്. പാർട്ടിയെ തോക്കാനുള്ള മുഖ്യ കാരണം പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. വീട്ടിൽ പോയി ചോദിക്ക്, പരനാറി, ഇറക്കിപ്പോട എന്ന് കുറേ വാക്കുകളൊക്കെ ഒരു 10-15 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന് സംഭാവന ചെയ്താണ്. ജനങ്ങൾ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് ജനങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ താൻ പോയി വീട്ടിലിരിക്കുക. ഇനി ഈ വലിയ കാറിന്റെ അകമ്പടിയോടും ഈ വെളിയിലിറങ്ങുമ്പോൾ ജനങ്ങളാരും ആ പരിസരത്ത് കാണാതിരിക്കാനും ജനങ്ങളൊന്നും ആ ഏരിയ പോവാതിരിക്കണം, അങ്ങനെയുള്ള കുറേ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങേരി റോഡിൽ ഇറങ്ങിയെന്ന് കരുതിയ അന്നത്തെ ദിവസം പോക്കാണെന്ന് പറയുന്നവരെ പോലും കേട്ടിട്ടുണ്ട്. ആ നിലയിലേക്ക് ഇനി താൻ കേരളത്തെ കൊണ്ടുപോകണ്ട എന്ന് ജനങ്ങൾ അങ്ങ് വിചാരിച്ചിട്ടാണ് അവര് ഈ തോറ്റ് തുന്നപ്പാടിച്ചത്. എന്നിട്ടും ഞങ്ങൾ തോൽവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം കഴിഞ്ഞെങ്കിലും പഠിപ്പ് തീരുവ സഹാക്കന്മാരെ? എവിടെ? പി രാജീവിന് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് തോറ്റ്, എന്തൊക്കെയായിരുന്നു ഞങ്ങൾ വിജയിക്കാൻ അങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു, ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു, ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. എന്നിട്ട് പിണറായിയുടെ ഫോട്ടോയും. സാധാരണ CPM എന്ന് പറയുന്ന പാർട്ടിയാണ് എപ്പോഴും മുന്നിൽ. പാർട്ടിക്ക് വ്യക്തികൾക്ക് അതീതമല്ല പാർട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ വ്യക്തികൾക്ക് അതീതമാണ് പാർട്ടി എന്ന് പിണറായി കാണിച്ചു കൊടുത്തു. എന്തായാലും ചിന്തയും മേയറമ്മയും പിന്നെ കുറെ പ്രതിഭമാരും ഒക്കെ ചേർന്ന് പാർട്ടിയെ നിലംപരിശാക്കി എന്ന് പറയുന്നതിനാണ് നല്ല. അതിൻ്റെ ഒപ്പം മുന്തിയ സഹാവ് വിജയനും കൂടി.